അയ്യോൾ കുട്ടികളെ തല്ലാൻ പറ്റുമോ? തല്ലരുതെന്ന് ഇപ്പോഴത്തെ മനഃശാസ്ത്രം പഠിപ്പിക്കുന്നു എന്ന് ചിലർ. തല്ലുകൊള്ളാതെ കുട്ടികൾ നശിക്കുകയാണെന്ന് വേറെയൊരു വിഭാഗം. സ്കൂളുകളിൽ കുട്ടികളെ അടിക്കാതെ പഠിപ്പിക്കുകയാണ് അധ്യാപകരെന്ന് പൊതുവിവരം. എല്ലായിടത്തും കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ച് മാത്രം ചർച്ച. തല്ല് കിട്ടിയാൽ കുട്ടികൾക്ക് പരാതി പറയാൻ പ്രത്യേകം ടെലിഫോൺ നമ്പർ. രക്ഷിതാക്കൾ പകച്ചു നിൽക്കുകയാണ്. കുട്ടികൾ ഉറച്ചു പറയുകയാണ്, എന്നെ തച്ചാൽ വിവരമറിയും. പുതുതലമുറയുടെ ഒരു സ്വാതന്ത്ര്യബോധം. കാലം എത്രയോ മാറിപ്പോയി. തല്ലിനു പകരം സ്നേഹിച്ചും ലാളിച്ചും വളർത്തണമെന്നാണ് ആളുകൾ പറയുന്നത്. സ്നേഹം ലഭിക്കാതെ പകരം തല്ലു കിട്ടിയാൽ കുട്ടിയുടെ മനസ്സ് ചീത്തയാകുമെന്ന്. മനസ്സിൽ സമ്മർദ്ദങ്ങളേറിയാൽ അത് ഗുരുതരമായ സ്വഭാവ പ്രശ്നങ്ങളായി മാറുമെന്ന്. നിരന്തരമായി തല്ല് കിട്ടിയ കുട്ടികളിൽ പലരും വലുതാകുമ്പോൾ ക്രിമിനൽ സ്വഭാവം കാണിച്ചു തുടങ്ങുമെന്ന്. ഇതെല്ലാം ശരി തന്നെയാണ്. എന്നാലും ഒരു ശരാശരി രക്ഷിതാവിൻ്റെ ഉള്ളിൽ വീണ്ടും സംശയങ്ങൾ ഉയർത്തുകയാണ്. തീരെ തല്ല് നൽകാതെ കുട്ടിയെ വളർത്താനാകുമോ? അങ്ങനെ വളം വെച്ച് വളർത്തുന്ന കുട്ടികൾ വീണ്ടും ചീത്തയാവുക പതിവല്ലേ? ഈ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും നമുക്ക് ശാസ്ത്രീയമായ രീതിയിൽ മറുപടി കണ്ടെത്താൻ ശ്രമിക്കാം. ആദ്യമായി, തല്ല്, ശിക്ഷ എന്നിങ്ങനെയുള്ള വാക്കുകൾക്ക് പകരം നമുക്ക് ശിക്ഷണം എന്ന വാക്ക് ഉപയോഗിക്കാം. യാതൊരു ശിക്ഷണവും ലഭിക്കാത്ത കുട്ടികൾ ജീവിതത്തിൽ നല്ല ശീലങ്ങൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല എന്നുറപ്പ്. യാതൊരു തിരുത്തലുകളും ലഭിക്കാത്ത കുട്ടിയിൽ എങ്ങനെയാണ് നല്ലൊരു സംസ്കാരം രൂപപ്പെടുത്തിയെടുക്കാൻ സാധിക്കുക? ശിക്ഷണം അനിവാര്യം തന്നെയാണ്, അല്ലെങ്കിൽ കുട്ടികൾ വഴികേടിലാവും. പക്ഷേ ശിക്ഷണം ഏത് രീതിയിലൊക്കെ ആകാമെന്നാണ് ചിന്തിക്കേണ്ടത്. 2 വഴികളാണ് നമ്മുടെ മുന്നിലുള്ളത്. 1, സമ്മാനങ്ങൾ നൽകുക. 2, ശിക്ഷ നൽകുക. ഇതിൽ ഭൂരിഭാഗം പേരും രണ്ടാമത്തെ കാര്യം മാത്രം നൽകുന്നു, നല്ല തല്ല്. അതിന് കാരണവുമുണ്ട്. അതിന് പ്രത്യേകം പണം ചെലവില്ല. അതിനു വേണ്ടി അലഞ്ഞു തിരയേണ്ടതുമില്ല. മാത്രമല്ല, മിക്കവാറും തല്ല് നമ്മുടെ ഉള്ളിലെ പ്രതിഷേധ വികാരങ്ങളുടെ പ്രതിഫലമാണ്. ഇത്തരം വികാരങ്ങളാണ് ഒരാളുടെ ഉള്ളിൽ വേഗത്തിലുണ്ടാവുന്നത്. ദേഷ്യം, കലി, അസൂയ ഉദാഹരണം. പലർക്കും ഇതൊന്നും വേഗത്തിൽ നിയന്ത്രിക്കാൻ സാധിക്കുന്നുമില്ല. ചില വീടുകളിൽ രാവിലെയാണ് തല്ല് കൂടുതൽ ലഭിക്കുന്ന സമയം, ചില വീടുകളിൽ രാത്രി. ഇതിനൊന്നും നിയതമായ നിയമങ്ങളൊന്നും ആരും ഉണ്ടാക്കി വെച്ചിട്ടില്ല. തല്ലുന്ന ആളുടെ മനോവികാരം അനുസരിച്ച് അത് ഏറിയും കുറഞ്ഞും വരുന്നു. വീട്ടിൽ കറണ്ടില്ലാത്ത ദിവസം ചില ഉമ്മമാർ തല്ലുകാരാവുന്നു. കടയിൽ കച്ചവടം നടക്കാത്ത ചില വാപ്പമാരും. കാരണം അവരുടെ വികാരങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കാത്തത് തന്നെ. പലപ്പോഴും ഈ മാനസികാവസ്ഥയിൽ കുട്ടിയോട് നീതി കാണിക്കാതെ വരുന്നു. കുട്ടി ഇതെല്ലാം നിരീക്ഷിക്കുന്നുമുണ്ട്. എന്നെ എന്തിനു ശിക്ഷിച്ചു എന്ന് കുട്ടി നിരന്തരമായി സ്വയം ചോദിക്കുന്നുമുണ്ട്. താൻ കാര്യമായി കുഴപ്പമൊന്നും കാണിക്കാതെ തന്നെ ശിക്ഷിക്കുന്ന രക്ഷിതാവിനോട് കുട്ടിക്ക് പുച്ഛമാണ്, വെറുപ്പും പകയുമാണ്. ഇത്തരം മാനസികാവസ്ഥ അടിക്കടി അനുഭവിക്കുന്ന കുട്ടികളാണ് ഭാവിയിൽ സ്വഭാവ പ്രശ്നങ്ങൾ കാണിക്കുന്നത്. തല്ല് രക്ഷിതാവിൻ്റെ ദേഷ്യത്തിൻ്റെ ഭാഗമാവാതിരിക്കുക. ചെയ്ത തെറ്റിനനുസരിച്ചും അനുപാതത്തിലുമാവുക. കുട്ടിയുടെ യുക്തിബോധത്തിൽ അത് ബോധ്യപ്പെടുക. ശിക്ഷ തക്ക സമയം തന്നെ നൽകുക. പക്ഷാപാതിത്വം കാണിക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന രക്ഷിതാവിന് ഒരിക്കലും ശിക്ഷ നൽകിയ വകയിൽ വഷളാകുന്നത് കാണേണ്ടി വരില്ല. ശിക്ഷ പോലും ആദരവോടെ ഉൾക്കൊള്ളാനുള്ള മനസ്സ് കുട്ടികൾക്കുണ്ടെന്ന് നാം മറക്കുകയും അരുത്. ഓർമ്മിക്കേണ്ട കാര്യങ്ങൾ: ചെയ്ത തെറ്റിൻ്റെ തന്നെ ശിക്ഷ നൽകുന്നത് നന്നാവും. ചെറിയ കുറ്റങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ശിക്ഷ മതി. വെറുതെ വടിയെടുത്ത് കുട്ടിയെ ചീത്തയാക്കേണ്ടതില്ല. ശിക്ഷ നൽകി അല്പം കഴിഞ്ഞ് കുട്ടിയെ അടുത്ത് വിളിച്ച് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ച് ഒരു ആശയവിനിമയം നടത്തി ബോധിപ്പിക്കൂ, നിന്നെ എന്തിന് ഞാൻ ശിക്ഷിച്ചുവെന്ന്. ഏറ്റവും പ്രധാനമായി, സ്വന്തം മനസ്സിൻ്റെ പിരിമുറുക്കങ്ങൾ കാരണം കുട്ടിയെ ശിക്ഷിക്കുന്നത് നിർത്തൂ. 1 വർഷം മുമ്പ് ഒരു രക്ഷിതാവ് ഒരു കുട്ടിയുമായി വന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. 1ാം ക്ലാസ്സിലെ കുട്ടി ഇടയ്ക്കിടെ സ്കൂളിൽ പോകുന്നില്ല എന്നതാണ് പരാതി. പേടിയാണത്രേ, വല്ലാത്ത മടിയും വാശിയും. രക്ഷിതാവിൻ്റെ പരാതി ഇങ്ങനെ നീണ്ടുപോവുകയാണ്. ഈ സമയം നിങ്ങൾ എന്താണ് ചെയ്യാറെന്ന് ചോദിച്ചതേ ഉള്ളൂ. ഉടൻ വന്ന് രക്ഷിതാവിൻ്റെ മറുപടി: ഞാൻ ശകാരിക്കും, പിന്നെ നന്നായി തല്ലുകയും ചെയ്യും. എത്ര തല്ലിയിട്ടും യാതൊരു മാറ്റവുമില്ല. UKG ക്ലാസ്സിലെ ഒരു ടീച്ചറെ വല്ലാതെ ഭയപ്പെട്ടത് മുതൽക്കായിരുന്നു ഈ കുട്ടിയുടെ പേടിക്ക് തുടക്കം. കുട്ടിക്ക് ക്ലാസ്സിൽ ഭയം, അതിനു പകരം മാതാവ് നൽകുന്നതും ഭയം. 2 ഭയത്തിനുമിടയിൽ കുട്ടി വീർപ്പ് മുട്ടുന്നു. അവൻ സങ്കടക്കാരനായി മാറിക്കഴിഞ്ഞിരുന്നു. പൊതുവെ സങ്കടക്കാരിയും മുൻകോപിയുമായ ഉമ്മ അവനെ മനസ്സിലാക്കാതെ പെരുമാറുന്നു. നല്ല സ്നേഹവും സ്പർശനവും സ്വാന്തനവും നൽകി കുട്ടിയുടെ മനസ്സിന് സമാധാനം കൊടുക്കുന്നതിന് പകരമാണ്
ഈ പണി പറ്റിക്കുന്നത്. കുട്ടിയുടെ വേദന ആര് മനസ്സിലാക്കുന്നു? പലപ്പോഴും കുട്ടിയുടെ ജന്മസിദ്ധമായ മിടുക്കുകളെ മനസ്സിലാക്കാൻ സാധിക്കാത്തതാണ് രക്ഷിതാക്കളിൽ പലരുടെയും പ്രശ്നം. കുട്ടിയുടെ താല്പര്യവും തീരുമാനവും ശക്തമായ രീതിയിൽ പുറത്തേക്ക് വരുമ്പോൾ അത് വാശിയാകുന്നു. വാശി കുറയ്ക്കാൻ നാം വീണ്ടും ശിക്ഷിക്കുന്നു. അത് വാശിയെ കൂടുതലാക്കിക്കൊണ്ടേയിരിക്കുന്നു. മറിച്ച് കുട്ടിയുടെ ആഗ്രഹങ്ങൾ അനുവദിക്കാൻ പറ്റാത്തതാണെങ്കിൽ അതിനെ വഴിതിരിച്ചു വിടുകയും സാധിക്കുന്നത് അനുവദിച്ചു കൊടുക്കുകയും ചെയ്താൽ ഈ പ്രശ്നം പരിഹരിക്കുകയും കുട്ടിയുടെ ആർജവവും ആത്മവിശ്വാസവും വർദ്ധിക്കുകയും ചെയ്യുമായിരുന്നു. അല്പം ശാരീരിക ചലന ബുദ്ധിയോടെ ജനിച്ച ഒരു കുട്ടിക്ക് ഓട്ടവും ചാട്ടവും എല്ലാം വളരെ കൂടുതലായിരിക്കും. അത് വീട്ടിൽ നല്ല അസ്വസ്ഥത സൃഷ്ടിച്ചുവെന്നിരിക്കും. അവനെ ദേഷ്യപ്പെട്ട് ഒരിടത്ത് കെട്ടിയിട്ടാൽ എങ്ങനെ ഇരിക്കും? അവൻ്റെ ദേഷ്യവും സങ്കടവും കൂടും. നല്ല നിഷേധിയായി വളരും. നാളെ അതിവേഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ലീഡറോ സ്പോർട്സ്മാനോ ആകേണ്ട കുട്ടിയാണ് ഇത്തരം രീതികളിൽ ഒരു രക്ഷിതാവ് വഴിമാറ്റി വിടുന്നത്. കുട്ടിയുടെ സർഗാത്മകമായ മികവുകളും രക്ഷിതാക്കളുടെ തീരുമാനങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുകയല്ല വേണ്ടത്, മറിച്ച് മനസ്സിലാക്കി ഏറ്റെടുക്കുകയാണ്. എങ്കിൽ ചെറിയ പ്രായത്തിലുള്ള ശിക്ഷാ നടപടികൾ കുറയ്ക്കാം. കുട്ടികൾ നന്നായി വളരുന്നുണ്ടാകും. നമുക്ക് മനസമാധാനമുള്ള രക്ഷിതാക്കളായി ഉയരുകയും ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക്